തൊടുപുഴയുള്ള ആ പെണ്ണും ചെക്കനെയും കണ്ടില്ലേ നിങ്ങൾ? തൊടുപുഴയുള്ള ചെക്കനും പെണ്ണും പ്രണയത്തിന്റെ പേരിൽ കല്യാണം കഴിച്ചു. എന്തും ആരെങ്കിലും കല്യാണം കഴിക്കട്ടെ, അതിനൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവരും ഇതിന്റെ മറവിൽ MDMA വിറ്റത് രണ്ടുപേരെയും പറ്റിച്ചുകൊണ്ടാണ്. ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് കിട്ടിയപ്പോൾ ആ പെണ്ണിന്റെ നിലവിളി കണ്ടിരുന്നു നിങ്ങൾ? ആത്മാർത്ഥമായ നിലവിളി. മറ്റേ ചങ്ങായിക്ക് ഒരു നിർവികാരം. അവൻ പാവം, അവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ അടിമപ്പെട്ടു കഴിഞ്ഞത്. നമ്മൾ ഓരോ ദിവസവും കണ്ണ് തുറന്ന് നോക്കണം. നമ്മൾ കേരളത്തിൻ്റെ ഞാനും ഇതിൻ്റെ ഭീകരത കണ്ടെന്ന് പറയാം. കഴിഞ്ഞ ദിവസം ഒരു പെണ്ണിന് ഈ പെൺകുട്ടികൾ ഇത് കൊണ്ടുപോകുമ്പോൾ മനസ്സിലാവില്ല. ഈ പെൺകുട്ടികൾ ഇതിൻ്റെ കാരിയർ മാറി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുന്ന രണ്ട് വിഭാഗങ്ങളാണ്. ഒന്ന് പെൺകുട്ടികളും ഒന്ന് ചെറിയ കുട്ടികളുമാണ്. വടകര ഗവൺമെൻറ് ഹോസ്പിറ്റലിന് മുമ്പ് 5ാം ക്ലാസ്സിലെ കുട്ടിയുടെ ബാഗിൽ നിന്നാണ് 1.5 കിലോ കഞ്ചാവ് വീണുപോയത്. റോഡുമ്പോൾ കൂടി ഓടുമ്പോൾ വീണുപോയത് 1.5 കിലോ കഞ്ചാവ്. കുട്ടീനോട് ചോദിച്ചു ഇതെന്താന്ന് വെച്ചപ്പോൾ കുട്ടി നിനക്കറിഞ്ഞൂടാ, ആ ഏട്ടൻ തന്നിന് ഈ ഏട്ടന് കൊണ്ടു കൊടുക്കണം. എനിക്ക് എന്താ തരുവാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊരു സിൽക്കി മുട്ടായിയാണ് തരുക. അത് കേട്ടപ്പോൾ എനിക്ക് ടെൻഷനായി. 5ാം ക്ലാസ്സിലെ കുട്ടി, എൻ്റെ മൂത്ത മോൾ 5ാം ക്ലാസ്സിലാണ്. ഞാനൊന്ന് വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് ചോദിച്ചു, മോളെ എനിക്കാരെങ്കിലും സിൽക്ക് മുട്ടായി തരുത്തുണ്ടോ? എൻ്റെ ഭാര്യ പറഞ്ഞു ആടന്നും ഇവിടുന്ന് കേട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇളക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു ഇളക്കേണ്ട ആവശ്യമില്ലേ, ആണുങ്ങൾക്കെല്ലാം പെരാന്തായിക്കുന്ന മറ്റു വിളി ഇങ്ങനെ പറയാ. ഞാൻ പറഞ്ഞു 5ാം ക്ലാസ്സിലെ കുട്ടി വടകരയിൽ നിന്ന് കഞ്ചാവ് ബാഗ് കൊണ്ടുപോയിട്ടുണ്ട്, എൻ്റെ മോളും കൊണ്ടുപോകും. അതിറ്റേക്ക് സിൽക്കി മുട്ടായിയാ വലുത്. മോളോട് ഞാൻ പറഞ്ഞു മോളെ എനിക്ക് സിൽക്കി മുട്ടായി വേണം, അച്ഛനോട് ചോദിക്കണം, അച്ഛൻ തരും. എനിക്കിതുവരെ ആരെങ്കിലും തന്നിട്ടുണ്ടോ? അവൾ പറഞ്ഞു ഇല്ല അച്ഛാ, എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഏതാ പൊട്ടം കൊടുത്താൽ അവൾ കൊണ്ടുപോകുന്നു. ഞാൻ ഉടൻ തന്നെ ഒരു ബൈക്കിലെടുത്തിട്ട് ഓർക്കാട് ടൗണിൽ ഈ സിൽക്കി മുട്ടായി വാങ്ങാൻ പോയി. ഞാൻ പറഞ്ഞു 5 സിൽക്കി മുട്ടായി. അവൻ ചോദിച്ചു 5? ഞാൻ 5 എടുത്തോ? അല്ല വേണ്ട 7 എടുത്തോ, എനിക്ക് ഓക്കും കൂടി തിന്നല്ലോ. അങ്ങനെ ഐറ്റകൾ മാത്രം തിന്നണ്ട. അങ്ങനെ 7 സിൽക്കി മുട്ടായി പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എടുക്കുവാനാ പൊതിയാനാന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഞാൻ അവന് പൊതിയിടോ 5 മുട്ടായി അല്ല ഇപ്പോൾ. അവസാനം തന്നിട്ട് എന്നോട് ചോദിച്ചു എത്ര പൈസയാന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു എത്ര പൈസയായി? 7,900 രൂപ. സോറി 4,900, 700 രൂപ ഒരു മുട്ടായിക്ക്. 7,749, 4,900. എൻ്റെ അടുത്ത് 21 രൂപ 50 പൈസ ഉണ്ട്. ഞാൻ പറഞ്ഞല്ല ഇത് തിരിച്ചെടുക്കുമോ? ഞാൻ ചോദിച്ചു പൊട്ട എന്നോട് ആദ്യം ചോദിച്ചില്ല ഇത് എടുക്കണോ പോലീസാണെന്ന് തിരിക്കില്ല. ഞാൻ പറഞ്ഞല്ല ഒന്നെനക്ക് എന്തായാലും വേണം, അതിന് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം. അങ്ങനെ എൻ്റെ കൂട്ടുകാരെ കൊണ്ട് ഗൂഗിൾ പേ ചെയ്തിട്ട് ഞാൻ കൊണ്ടുപോയത്. ഇല്ലെങ്കിൽ എൻ്റെ മോക്ക് വേറെ ഒരുത്തം കോന്തപ്പം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നമ്മളെ പുല്ല് വിലയായിരിക്കും വൈറ്റേക്ക്. അതുകൊണ്ട് അവരുടെ സകല നിരീക്ഷണം. 12 വയസ്സുള്ള കുട്ടി ഇവിടെ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കളെ നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഓർക്കാട്ടി ടൗണിൽ കഴിഞ്ഞ ദിവസം ഒരു കിഡ്നാപ്പിംഗ് ഉണ്ടേനു. വാട്സപ്പില്ല നിങ്ങൾക്ക്? അതുമില്ല, ഇവിടെ ഒന്നുമില്ല. തങ്കപ്പെട്ട നാടാവട്ടെ ഇത്. വാട്സപ്പില്ലേ? വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ട് ഓർക്കാട്ടി ടൗണിൽ നിന്ന് 6ാം ക്ലാസ്സിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. കേട്ടിട്ടില്ല? അങ്ങനെ നാട്ടുകാരിൽ ഉണർന്ന് എത്ര സ്കൂളാണെന്നോ തട്ടിക്കൊണ്ടുപോകുന്നതെന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ എന്നെയും വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞാൽ എനിക്കേ അറിയില്ല. കാരണം എന്താണെന്നറിയോ? 6ാം ക്ലാസ്സിലെ കുട്ടീനെ തട്ടിക്കൊണ്ടുവന്നു. കുട്ടി പറഞ്ഞു എന്നെ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ ഒരു കാറിൽ തട്ടിയങ്ങ് കയറ്റി. എനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കുറേ ദൂരം പോയപ്പോൾ കാർ എവിടെയോ നിർത്തിയപ്പോൾ ഈ ചങ്ങാതി ഫോൺ വിളിക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ അവനെ തട്ടി മാറ്റി അടുത്ത വീട്ടിലേക്ക് ഓടിപ്പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കോനാലടക്കിടന്ന്. കേരളം മുഴുവൻ പോലീസിനെതിരെ വിപ്ലവ രോഷം കൊണ്ട് പോലീസ് കള്ളന്മാരാണ്. ഓലിക്ക് പിടിച്ചില്ല, ഓല് കിഡ്നാപ്പേഴ്സിനെ പിടിച്ചില്ല, ഓല് പിടിക്കൂല, ഓല് കള്ളൻ്റെ സൈഡാണ്. പോലീസ് പറഞ്ഞ് അവിടെ നിൽക്കും നമുക്ക് പിടിക്കാം, ഞങ്ങൾ കള്ളൻ ആദ്യം ഒന്ന് പരിശോധിക്കട്ടെ. കാരണം പോലീസും നാട്ടുകാരും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയുള്ളൂ? നിങ്ങളും ഞാളും തമ്മിലുള്ള വ്യത്യാസം എന്താ ഒന്ന് പറ. പോലീസ് എന്തായാലും സുന്ദരനായിരിക്കും, അത് കൂട്ടണ്ട, സൗന്ദര്യം നോക്കണ്ട. വേറെന്താണ് വ്യത്യാസം? പോലീസിന്റെ ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്നറിയോ? പോലീസ് ദിവസവും കാണുന്ന പ്രശ്നങ്ങളെല്ലാം ഭീകര പ്രശ്നങ്ങളാണ്. നമ്മൾ 8 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ വരും. പോലീസ് സ്റ്റേഷനിൽ സ്ഥിരം ടീമുണ്ടാവും. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നെങ്കിലോ? ഇതേതാ പോലീസ് സ്റ്റേഷൻ? ഇതേത് ലിമിറ്റാ? കാക്കൂര്. നിങ്ങൾ കാക്കൂർ പോലീസ് സ്റ്റേഷനിൽ 2-3 ദിവസം പോയാൽ നിങ്ങൾ ചിരിച്ച് മരിച്ചു. നിങ്ങളെ ലോകമൊന്നുമല്ല ലോകം. രാവിലെ നമ്മൾ 8 മണിക്ക് എത്തുമ്പോൾ ഏറ്റവും മുന്നിലത്തെ ബെഞ്ചുമേൽ തലേന്ന് കള്ളും കുടിച്ചിട്ട് എഴുതും ആണിയിൽ വീണൊരു ചങ്ങായി ഉണ്ടാവും. അവൻ ആരെല്ലാം എടുത്തിട്ട് അവിടെ കൊണ്ടാച്ചിട്ടുണ്ടാവും. അപ്പോൾ 8 മണിക്ക് നമ്മൾ കുളിച്ച് സുന്ദരനായിട്ട് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഈ ചങ്ങായി അവിടെ ഉണ്ടാവും. ഓനിങ്ങനെ വിട്ട് വരുന്നുണ്ടാവും. നമ്മളെ കാണുമ്പോൾ ചോദിക്കും ഞാനെങ്ങനെ ഇവിടെ എത്തിയേ? എൻ്റെ മുണ്ട് എടുത്തു, നിങ്ങളെടുത്തേക്ക് എൻ്റെ ഫോണ് ഒരൊറ്റ നമ്മൾ കൊടുക്കുന്നു രാവിലെ തന്നെ. നമ്മൾ ഇന്നൊന്നും കാണരുതേ, നമ്മൾ ഒരു പ്രാർത്ഥിച്ചിട്ടല്ലേ. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എന്നാ പ്രാർത്ഥിക്കേണ്ടത്? ഇന്ന് നല്ല കേസൊന്നും ഉണ്ടാവരുതേ പഠിച്ചോനെ എന്നാ പ്രാർത്ഥിക്കേണ്ടത്. തൊട്ടപ്പുറത്ത് കണ്ട കോന്തപ്പൻ്റെ കൂടെ തലേന്ന് ഒളിച്ചോടിപ്പോയി. ഇപ്പോഴത്തെ പെൺകുട്ടികളില്ലേ 18 വയസ്സാവാൻ കാത്തു നിൽക്കുക. പാട്ടായ അന്നേരം ഓടിക്കളിയാണ്.
ഇന്നലെ ഒരു പെൺകുട്ടി ഓടിയിനെ, കുട്ടിയോട് വെച്ച് നോക്കുമ്പോൾ 2 ദിവസം കൂടി ഉണ്ട് വേണ്ടാവേ, ഇല്ലേ പോക്സോ കേസ് പെടും. ഞാൻ ചെല്ല എന്ത് പറ്റിപ്പോയി, 2 ദിവസം തെറ്റിപ്പോയി. കുട്ടി അറിയാ, അതുകൊണ്ട് സൂക്ഷിച്ചു. ഇതെല്ലാം നമ്മളെ മക്കളെ നീറ്റിൽ ഭയങ്കര ഒരു നിങ്ങളെക്കാളും നല്ല ബോധമെല്ലാം ഉണ്ട്. അങ്ങനെ ദിവസം ഒളിച്ചോടുന്ന പെൺകുട്ടികളെ നമ്മൾ രണ്ടാമത് കാണുക. അത് നമ്മളെ മക്കളാവാം. അതിൽ നിങ്ങൾ വിചാരിക്കും ഇതെന്തിനും ഒളിച്ചോട്ടെ, എന്നോട് പറയുന്നത് നമുക്കെല്ലാം 10 എത്ര വയസ്സായില്ലേ. വടകരയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒളിച്ചോടി അമ്മേൻ്റെ പ്രായം 83, കൂട്ടിക്കൊണ്ടുപോയ കോന്തപ്പൻ 85. അതുകൊണ്ട് സൂക്ഷിച്ചു. ആരാ ഒളിച്ചോടെന്നും പറഞ്ഞോട്ടെ. എൻ്റെ അമ്മക്ക് 92. ഞാൻ നോക്കുമ്പോൾ അമ്മക്കുണ്ടൊരു തരികിടല്ലോ. ഫോൺ വരുമ്പോൾ അങ്ങേക്ക് പോവാ ഇങ്ങേക്ക് പോവാ. എനിക്ക് ടെൻഷനായിപ്പോൾ. കാരണം വടകരയിൽ നിന്ന് 82 ഓടിക്കണ്ട എൻ്റെ അമ്മ 92 10 വയസ്സല്ലേ വ്യത്യാസമല്ലോ, പോവില്ലേ. ശരിക്കും നമ്മൾ കണ്ണ് തുറന്ന് നോക്കാനില്ല. സകല വർഷങ്ങളും നമുക്ക് മനസ്സിലാവും. ഞാനിപ്പം നിങ്ങളെ നോക്കിയില്ലേ, നിങ്ങളെ വർഷങ്ങൾ ഞാൻ പറഞ്ഞു തരുമല്ലോ. നിങ്ങൾക്ക് ഫോൺ ഇപ്പം വരട്ടെ, ഞാൻ പറഞ്ഞു തരാം ആരാ വിളിച്ചതെന്ന്. നിങ്ങളെ ഭാര്യയായിട്ടാ വിളിച്ചെങ്കിലേ നിങ്ങൾ അന്നേരം തരും ഇങ്ങനെ കുറച്ച് സാധനം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം സാധനം. വേറെ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങളൊരു ഇങ്ങനെ എന്ത് തളാത്മകരിക്കുന്നത്. ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയത്? നിങ്ങളെ മക്കളിങ്ങനെ നശിക്കുന്നുണ്ടോന്ന് ഫോൺ വിളിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവില്ലേ? അപ്പം നമുക്കൊന്നും നേരെയില്ല, നമുക്കൊന്നിനും കയ്യല്ല. അത് തന്നെ വിഷയം. അതുകൊണ്ട് ഇന്ന് തൊട്ട് സൂക്ഷിച്ചു. നിങ്ങൾ അപ്പുറത്തുണ്ടാവും ഭാര്യയും. മറ്റു ഏറ്റവും രസം ഈ ഒളിച്ചോടിയ പെൺകുട്ടികളും ആൺകുട്ടിയും ഉണ്ടല്ലോ 12 വയസ്സുള്ള, അത് ഏത് കാസ്റ്റ് ആയാലും നല്ല രസം. ഓല് സ്വിറ്റ്സർലാൻഡിലാറ്റം കുത്തിരിഞ്ഞ പോലെ ഉണ്ടാവും. ഓല് പോലീസ് സ്റ്റേഷനും സ്വിറ്റ്സർലാൻഡ് തന്നെയാണ്. ഇങ്ങനെ വർത്താനം പറയാം. കൂട്ടിക്കൊണ്ടോയേം കാണാൻ വന്നോല് കുറേ ആളുണ്ടാവും. എനിക്ക് ഏറ്റവും ഭീകരമായി തോന്നി ആ ജനലിൻ്റെ അപ്പുറത്തുനിന്ന് വലിയൊരു മൃഗശാലയിലുള്ള വന്യമൃഗത്തെ കാണുന്നത് പോലെ ഇതിൻ്റെ വാപ്പയും ഉമ്മയും അച്ഛനും അമ്മയിലുണ്ട്. ഇതിനെങ്ങനെ ഏന്തി നോക്കുന്നത് മക്കളെ ഏന്തി നോക്കും. ആര് അടുത്തേക്ക് വരാൻ കഴിയാതെ ഏന്തി നോക്കും. അത് ആ എത്തിനോട്ടം നമ്മൾ ഭീകരമാണ്. ഞാൻ എൻ്റെ മോളെ എപ്പോൾ അങ്ങനെ എത്തി നോക്കുക എന്നുള്ള ടെൻഷൻ എനിക്കുണ്ട്. നിങ്ങൾക്ക് അതില്ല. നിങ്ങൾ ദിവസവും കാണുന്നില്ല. നിങ്ങൾ കള്ളുകൂടിയൻ്റെ പ്രശ്നങ്ങൾ കാണുന്നില്ല. ഭാര്യയും ഭർത്താവ് അടികൂടുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ കാണുന്നില്ല. ആത്മഹത്യ ചെയ്ത കുടുംബത്തിന്റെ വിഷമങ്ങൾ നിങ്ങൾ കാണുന്നില്ല. ജപ്തി ചെയ്യുന്ന വീട്ടുകാരന്റെ വിഷമങ്ങൾ കാണുന്നില്ല. പക്ഷെ പോലീസുകാരൻ ദിവസവും കാണുന്നത് ഈ സംഭവങ്ങൾ തന്നെയാണ്. കുട്ടികൾ അടികൂടുന്നു പോലീസ് സ്റ്റേഷനിലേക്ക്. കുട്ടികളെ പ്രശ്നങ്ങൾ കാണുന്നത് പോലീസാ. ശ്രദ്ധിച്ചില്ലേ? അറിയില്ലേ നിങ്ങൾ? അത് അങ്ങളും ഞാനും തമ്മിൽ വ്യത്യാസം. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ നിങ്ങളെ നോക്കുമ്പോയില്ലേ, നിങ്ങളെ കണ്ണിലേക്ക് നോക്കി നിങ്ങളെ സ്വഭാവം ശരിക്കും മനസ്സിലാവും. കുറച്ചാക്കല്ല ഒളിച്ചോട് മുട്ടുന്നുണ്ട്, കുറച്ചാൾക്ക് ഞാൻ ഇങ്ങനെ ലായിപ്പോയല്ലോ എന്നുള്ള ടെൻഷൻ ഉണ്ട്. എന്തെല്ലോ ടെൻഷൻ നിങ്ങൾക്കുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞു തരും. ഇപ്പം ഞാൻ പറഞ്ഞ മോശമായി. അതുകൊണ്ട് സൂക്ഷിച്ചോ. അതുകൊണ്ട് നിങ്ങളെ കണ്ണ് നോക്കിയാൽ കൃത്യമായിട്ട് പോലീസ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കുട്ടി സ്കൂളിലേക്ക് വന്നപ്പോൾ പോലീസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഈ കുട്ടിയുടെ ഉത്തരവും ഈ കുട്ടി പറഞ്ഞ സാധനവും തമ്മിൽ ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നില്ല. അതുകൊണ്ടാണ് പോലീസ് പറഞ്ഞത് 2 ദിവസം നിൽക്കട്ടെ, നമുക്ക് പിടിക്കാം. പക്ഷെ നാട്ടുകാർക്കും വീട്ടുകാർക്കും പറഞ്ഞു പോലീസ് കള്ളന്മാരാണ്, ഒരു ചെയ്യൂല. പോലീസിന് ഈറ്റ മക്കളില്ലേ? അങ്ങനെ വാട്സപ്പിൽ അതിൻ്റെ പ്രതികാരമായിട്ട് എന്തെല്ലാം സംഭവം പോലീസ് ചെയ്യൂല. നമുക്ക് ചെയ്യാം, നിരത്തണം. നമുക്ക് ആരെ നിരത്തേ? അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പോലീസ് ഈ കുട്ടീനെ കൗൺസിലിങ്ങിന് വിട്ടപ്പോൾ കുട്ടിയോട് കൗൺസിലർ ചോദിച്ചു, കുട്ടി നിന്നെ ആരാണ് തട്ടിക്കൊണ്ടുപോയത്? കുട്ടി പറഞ്ഞു, എന്നാരും തട്ടിക്കൊണ്ടുപോയി, എന്നാരും തട്ടിക്കൊന്നുമില്ല. പിന്നെ കുട്ടിയല്ലേ പറഞ്ഞത് കാറ് വന്നു. അത് വീട്ടിൽ അന്ന് സ്കൂളിൽ പ്രോഗ്രസ് കാർഡ് ഒപ്പിടേണ്ട ദിവസമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും വരും പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ. എനിക്ക് 2 വിഷയത്തിൽ മാർക്ക് കുറവായിരുന്നു. അച്ഛനും അമ്മയും ആ സ്കൂളിൽ നിന്ന് ആ കുട്ടികളുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കും, അടിക്കും, തല്ലും. ആ തല്ല് താങ്ങാൻ ശക്തിയില്ലാത്തത് കൊണ്ട്, കുട്ടികളുടെ മുമ്പിൽ നിന്ന് ചീത്ത വിളിക്കുന്നത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ കൃത്രിമ കഥയാണിത്. കേരളം മുഴുവൻ കുട്ടിയെ വിശ്വസിച്ചില്ലേ? ദിവസവും ഇത്തരം സംഭവങ്ങൾ കണ്ട് പോലീസ് 2 ദിവസം സമയം ചോദിച്ചപ്പോൾ കേരളത്തിലെ പോലീസിനെ കള്ളനാക്കിയില്ലേ കേരളത്തിലെ സമൂഹം? അതാ പറഞ്ഞത്, കുട്ടികളധികം വിശ്വസിക്കേണ്ട. ഈറ്റ ഒന്നും ആലോചിച്ചോ. അതിനെ പ്രതികരിച്ചവനെല്ലാം പ്ലിങ്ങി മരിച്ചില്ലേ? അതിൻ്റെ ക്ലാസ് എടുത്ത് പോകുമ്പോൾ ആലോചിച്ചോ എങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞ സാധനത്തിന് ക്ലാസ് എടുത്തില്ല ഇവിടുത്തെ കേരളത്തിൻ്റെ കുട്ടികൾക്ക്. സൂക്ഷിച്ചോ നിങ്ങൾ. അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ അധികം വിശ്വസിക്കണം. നിങ്ങളെ മക്കൾ നമ്മളെ അടുത്ത് നിന്നുകൊണ്ട് കടിച്ചങ്ങ് പറിച്ചളി. നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ അധികം ഒന്നും സംസാരിക്കേണ്ട. നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളെ മക്കൾ നന്നാണെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? യെസ് ഓർ നോ? എങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ പറയേണ്ട കാര്യം ഇത്ര മാത്രം: ഇന്ത്യയിൽ ജീവിക്കുന്ന കുട്ടി എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിക്കണം. അത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ നിയമം